ക്വാലാലംപൂരിൽ നിന്നും ഏകദേശം 13 കിലോമീറ്റർ മാറി സെലങ്കോർ എന്ന സംസ്ഥാനത്താണ് ശരിക്കും ബട്ടു കേവ്സ് സ്ഥിതി ചെയ്യുന്നത്. 3 പ്രധാന ഗുഹകളും ചില ചെറിയ ഗുഹകളും ചേർന്നതാണ് ആക്ച്വലി ബട്ടു കേവ്സ്. ടെമ്പിൾ കേവ് ഓർ കത്തീഡ്രൽ കേവ്, ഡാർക്ക് കേവ്, ആർട്ട് ഗാലറി കേവ് ആൻഡ് മ്യൂസിയം കേവ്. ഇതിൽ ടെമ്പിൾ കേവ് അഥവാ കത്തീഡ്രൽ കേവ് ആണ് ഏറ്റവും വലിയ ഗുഹ. പ്രധാന ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത് ഇവിടെ തന്നെ. ഏകദേശം 100 മീറ്ററിലധികം ഗുഹയ്ക്ക് ഉയരമുണ്ട്. ഡാർക്ക് കേവ് ആക്ച്വലി ഒരു പരിസ്ഥിതി സംരക്ഷിത പ്രദേശമാണ്. ഇവിടെ ട്രാപ്ഡൂർ സ്പൈഡർ പോലുള്ള അപൂർവ ഇനം സ്പൈഡേഴ്സ് ഉണ്ട്. ആർട്ട് ഗാലറി കേവ് ഓർ മ്യൂസിയം കേവ് അവിടെ കുന്നിന്റെ ഏറ്റവും അടിപ്പാതയിലുള്ളതാണ്. ഹിന്ദു ദേവന്മാരുടെ ശില്പങ്ങളും ചിത്രങ്ങളും കലാസൃഷ്ടികളും ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഏരിയ ആണ് ആക്ച്വലി ബട്ടു കേവ്സ്. ഇവിടെ നിറയെ വവ്വാലും കുരങ്ങന്മാരും ഈ ഗുഹകളിൽ മാത്രം ജീവിക്കുന്ന ചെറിയ ചെറിയ പ്രാണികളും സസ്യജാലങ്ങളും അങ്ങനെ നിറയുണ്ട്. കമ്മിങ് ടു ദ റിയാലിറ്റി, ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആക്ച്വലി. നല്ല മഴയുള്ള ഒരു ദിവസമായിരുന്നു ഞങ്ങൾ ബട്ടു കേവ്സ് കയറാൻ പോയത്. ആ ഒരു മഴയൊക്കെ നനഞ്ഞ് ഇത്രയും സ്റ്റെപ്പൊക്കെ കയറി മുകളിൽ ചെന്നത്, ആ ഒരു ജേർണി ആക്ച്വലി ഇറ്റ് വാസ് സോ റിഫ്രഷിങ്. മലേഷ്യയിൽ വന്നിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് കാണാൻ പോയതും ബട്ടു കേവ്സ് ആണ്. ബിക്കോസ് someone challenged me that I can't climb because of XYZ reasons that I don't want to disclose. ആ ഒരു ചലഞ്ച് കൊണ്ട് തന്നെ അത് കയറണം എന്നുള്ളൊരു വാശിയിൽ ആദ്യം പോയതും ബട്ടു കേവ്സിലേക്ക് തന്നെ. അങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി 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 മുകളിലെത്തിയപ്പോൾ അമ്പലത്തിൻ്റെ സൈഡിലായിട്ട് പാറയിൽ പാമ്പ് പോലത്തെ ഒരു ഷേപ്പ്. ആ പാമ്പ് ഇങ്ങനെ താഴേക്ക് നോക്കി നിൽക്കുന്ന പോലെ ഒരു സ്ട്രക്ചർ. 2 മണിക്കൂറായിരുന്നു ഞങ്ങൾക്ക് ആക്ച്വലി ബട്ടു കേവ് കയറാനും ഇറങ്ങാനും അവിടെ സ്പെൻഡ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു 2 മണിക്കൂറും ടൈം പോയതേ ആക്ച്വലി അറിഞ്ഞില്ല. ഓരോ യാത്രകളും ഓരോ എക്സ്പീരിയൻസ് ആണല്ലോ. ഓരോ എക്സ്പീരിയൻസിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. കൂടുതൽ കൂടുതൽ യാത്ര ചെയ്യും തോറും നമ്മൾ എത്ര ചെറുതാണെന്നും ഈ ലോകം എത്ര വലുതാണെന്നും നമുക്ക് മനസ്സിലാകാൻ സാധിക്കും. മൊറോക്കോയിൽ നിന്ന് വന്ന 2 പേര്, അവർ ആക്ച്വലി ആദ്യമായിട്ടാണ് ഇന്ത്യയിലേക്ക് വരുന്നതും ഇതുപോലെ സ്ഥലങ്ങളൊക്കെ കാണുന്നതും. അപ്പോൾ അവർക്ക് ആ ഒരു കൾച്ചറിനെ കുറിച്ചും ആ ഒരു അമ്പലത്തിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോഴും അവരത് എക്സ്പീരിയൻസ് ചെയ്തപ്പോഴും അവർക്കുണ്ടായിട്ടുള്ള ആ ഒരു എക്സൈറ്റ്മെന്റ്, അത് കണ്ടോണ്ട് നിന്നപ്പോൾ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ആക്ച്വലി ഇറ്റ്സ് ജസ്റ്റ് ബിയോണ്ട് വേർഡ്സ്. அப்புறம் என்னால் முடிஞ்சா நான் நெக்ஸ்ட் பார்ட் அப்லோட் பண்ணுவேன், இல்லைன்னா இதோட நிறுத்திடுவேன். ஓகே, பபாய்.